നമുക്കൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആനിമേ സീരീസിനെ പറ്റി സംസാരിക്കാം. ആനിമയുടെ പേര് സാമുറായി ചാമ്പ്ലു. നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ചില സിനിമകളും സീരീസും ആനിമേസും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് എടുത്തു നോക്കുവാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് സാമുറായി ചാമ്പ്ലു എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ആനിമ എല്ലാവർക്കും പറ്റിയൊരു ഐറ്റമല്ല. ഭയങ്കര യൂണീക്കാണ്. ഭയങ്കര യൂണീക്ക് എന്ന് പറഞ്ഞാൽ യുണീക്ക് സ്റ്റൈലും ഒരു യുണീക്ക് മോഡിലും പോകുന്നൊരു ആനിമയാണിത്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിക്കോട്ടെ ഒരു മാരക ലെവൽ എക്സ്പീരിയൻസ് ഈ ഒരു ആനിമയെ തന്നിരിക്കും. അങ്ങനെ ഒരു ഗംഭീര എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ പുറത്താണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ആനിമേ സീരീസിനെ പറ്റി നോക്കാനാണെങ്കിലും ഇതിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഇഡോ പീരീഡിലാണ് അല്ലെങ്കിൽ ഇഡോ ഇറയിലാണ് ഈ ഒരു ആനിമേ സീരീസിൻ്റെ സ്റ്റോറി നടക്കുന്നത്. അതായത് 17 തൊട്ട് 19 സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ഒരു പീരീഡ് ആയിരുന്നു ഈ ഒരു എഡോ ഇറ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1603 തൊട്ട് 1868 വരെ ജപ്പാനിൽ ഉണ്ടായിരുന്ന പീരീഡാണ് ഇഡോ പീരീഡ് അല്ലെങ്കിൽ ടോക്കുഗാവ പീരീഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജപ്പാൻ കുറച്ചും കൂടെ ഗംഭീരമായിട്ട് എക്കണോമിക് ഗ്രോത്തും ഓവറോൾ പീസും അതുപോലെ തന്നെ നമ്മുടെ ആർട്സും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് മുൻപോട്ട് പോയതും ജപ്പാനിലെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ലിറ്ററസി റേറ്റും ഒക്കെ ഗംഭീരമായിട്ട് കുതിച്ചുയർന്നതും ഒക്കെ ഈ ഒരു എഡോ പീരീഡിലായിരുന്നു. അതായത് 40% ആണുങ്ങളിലും 10% സ്ത്രീകളിലും ആ ഒരു സമയത്ത് ജപ്പാനിൽ ലിറ്ററസി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഒരു ഗംഭീര പീരീഡ് ആയിരുന്നു ഇഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇഡോ പീരീഡിൽ അധികം യുദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സാമുറായ്സിനൊന്നും ആ സമയത്ത് വലിയ പണിയില്ലായിരുന്നു. അതായത് അവർക്ക് വലിയ യുദ്ധങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അവരിങ്ങനെ ഊരുദണ്ഡികളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് സാമുറായ്സ് ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. ഉള്ളവരൊക്കെ ആയിക്കൊള്ളട്ടെ തങ്ങളുടെ ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വയറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷോഗണൈറ്റിൻ്റെ കീഴിലൊക്കെ ആയിട്ടാണ് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 സാമുറായ്സിൻ്റെയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെയും കഥയാണ് ഈ ഒരു സാമുറായി ചാമ്പ്ലു എന്ന് പറയുന്ന ആനിമേ സീരീസ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. മൂഗൻ, ജിൻ അതുപോലെ തന്നെ ഫു, ഈ 3 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആനിമേ മുൻപോട്ട് നീങ്ങുന്നത്. മൂഗൻ ഒരു സാമുറായി ആണ്, അതുപോലെ തന്നെ ജിന്നും ഒരു സാമുറായി ആണ്. ഈ 2 ക്യാരക്ടേഴ്സും എന്തെന്നില്ലാതെ ഇങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റി നടക്കുകയാണ്. അതുപോലെ തന്നെ ഫു എന്ന് പറയുന്ന പെൺകുട്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ചെറിയ ഫുഡ് സ്റ്റാളിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഇവർ 3 പേരും ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനിടയ്ക്ക് വെച്ച് കണ്ടുമുട്ടുകയാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടുകയാണ്. ഈ സിറ്റുവേഷനിൽ നിന്ന് ഇവർ 3 പേരും കൂടെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു യാത്ര തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ജേർണി തുടങ്ങുകയാണ്. ഫു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ 2 വാരിയേഴ്സിനെയും കൂടെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ക്വസ്റ്റിന് പോകുന്നത്. പിന്നീട് ഇവർ ജപ്പാനിലുള്ള പല സ്ഥലങ്ങളിലൂടെയും തങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ് നടത്തുന്നു. ഇവർ തേടിപ്പോകുന്നത് നമ്മുടെ സൂര്യകാന്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഉണ്ടല്ലോ അതിൻ്റെ സ്മെല്ലുള്ള ഒരു സാമുറായെ തേടിയാണ് പോകുന്നത്. കേൾക്കുമ്പോഴത്തേനും ഭയങ്കര വിയേർഡായിട്ട് തോന്നും. പക്ഷേ ഇങ്ങനൊരു സാമുറായെ തേടി നമ്മുടെ ഫുവും ജിന്നും മൂഗനും കൂടെ പോകുന്നു. പിന്നീട് ഇവർ നടത്തുന്ന ആ ഒരു ജേർണിയിൽ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ച് കാണിക്കുന്നത്. ഓരോ എപ്പിസോഡിനും ഓരോ സ്റ്റോറീസ് ആണുള്ളത്. ചില സമയങ്ങളിലൊക്കെ 2-3 എപ്പിസോഡ്സിനൊക്കെ ഒരു സിംഗിൾ സ്റ്റോറി കാണും. പക്ഷേ കൂടുതലും ഒരു ആന്തോളജി മോഡിലാണ് ഈ ഒരു ആനിമേ സീരീസ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ കോർ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സൺഫ്ലവറിൻ്റെ സ്മെല്ലുള്ള സാമുറായിയെ തേടി പോവുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഇവർ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങൾ, അതായത് ജപ്പാനിലെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഇവർക്കൊക്കെ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു കൾച്ചർ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ആ ഒരു ഇഡോ പീരീഡിൽ ഉണ്ടായിരുന്ന കൾച്ചറിനെയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടും കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അർബനൈസേഷനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങി വെച്ചൊരു സമയമായിരുന്നു ഈ ഒരു ഇഡോ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ചില റിയൽ ലൈഫ് ഇൻസിഡൻസിനെയും ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ആനിമേ കാണിക്കുന്നുണ്ട്. ഒരുപാട് സെക്സ്, വയലൻസ് അതുപോലെ തന്നെ ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ആനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഫണ്ണി ആയിട്ടാണ് പോകുന്നതെങ്കിൽ കൂടെ ആ ഒരു സമയത്തെ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗംഭീര ആനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയുവാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ആർട്ട് സ്റ്റൈൽ, ഈ ഒരു ആനിമയെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു റെട്രോ മോഡിലാണ്. അതായത് ഇഡോ പീരീഡിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഇതിനൊരു ഏസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു റെട്രോ മോഡിൽ പോപ്പ് കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മുൻപോട്ട് നീങ്ങുന്നത്. ചെറിയ റാപ്പിങ്ങും പരിപാടീസും ഒക്കെ വെച്ച് അത് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ഇഡോ പീരീഡിൽ നടക്കുന്ന ഒരു സ്റ്റോറി എങ്ങനെയാണ് ഇവർ റാപ്പും അല്ലെങ്കിൽ റെട്രോയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് തോന്നും. അവിടെയാണ് ഈ ഒരു ആനിമയുടെ ഏറ്റവും വലിയ യൂണീക്ക് വാല്യൂ പുറത്തു വരുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ച് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചില സമയത്ത് വരുന്ന മൊമെൻറ്റിനിടയ്ക്കുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് അത് ഒരു രക്ഷയില്ല. ഇതിലൊരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി കറങ്ങി നടക്കുന്നൊരു സംഭവമാണ്. അതുപോലെ ഒരുപാട് ഗംഭീര പാട്ടുകളുണ്ട്. ഇതിൻ്റെ ഇൻട്രോ മ്യൂസിക് തുടങ്ങി പല ഇടങ്ങളിലായിട്ട് ഗംഭീര ഷോട്ട്സും മ്യൂസിക്കും ഒക്കെ വരുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ആനിമേഷനുണ്ട്. 2004 തൊട്ട് 2005 വരെ സ്ട്രീം ചെയ്ത് പോകുന്നിരുന്ന ഒരു ആനിമയാണ്. അതായത് അത്രയും കാലങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയ ഒരു ആനിമയ്ക്ക് ഇത്രയും യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇന്നിറങ്ങുന്ന പല ഇഡോ പീരീഡിനെയും അതുപോലെ തന്നെ മറ്റ് ജാപ്പനീസ് പീരീഡ്സിനെയൊക്കെ ബേസ് ചെയ്ത് വരുന്ന സിനിമകളോ സീരീസോ ഈ ഒരു ഫോർമുല ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏറ്റവും യൂണീക്കായിട്ട് ഇഡോ പീരീഡിനെ കാണിച്ചിട്ടുള്ള ഒരു ആനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് സാമുറായി ചാമ്പ്ലുവിനെ പറ്റി പറയാൻ സാധിക്കും. ഇതിലെ ആനിമേഷൻ സീക്വൻസസ്, അതായത് ഈ ഒരു വാരിയേഴ്സ് തമ്മിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന സമയത്തുള്ള സീക്വൻസസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില എപ്പിസോഡ്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് ഭയങ്കര സ്ലോ ആയിട്ട് ഒരു ആവറേജ് ലെവലിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു പീക്ക് സ്റ്റേജിലോട്ട് കയറും. അതായത് പതിയെ ഇതിൻ്റെ പകുതിയൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആനിമി ഒരു പീക്ക് സ്റ്റേജിലേക്ക് കയറും. പക്ഷേ ഇതിൻ്റെ അവസാന കുറച്ച് എപ്പിസോഡ്സിലേക്കൊക്കെ എത്തുമ്പോഴത്തേനും ഇവരൊന്ന് വലിക്കും. അതായത് ഞാൻ പറഞ്ഞു ആന്തോളജി മോഡിലാണ് ഈ ഒരു സീരീസ് പോകുന്നത്. അപ്പോൾ ചില എപ്പിസോഡ്സ് അതായത് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ 1-2 എപ്പിസോഡൊക്കെ തീർത്തും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ഫ്ലോ കളയുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പം ഒരു ആനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് 3 എപ്പിസോഡ്സ് എന്ന് പറയുന്നത് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല, അവർ പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താഗ്രഹിക്കുന്ന ആ ഒരു ലെവലിൽ ഒരു ആനിമയെ മൊത്തത്തിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കും. അതായത് നമുക്ക് ആ ഒരു ഫീൽ വേണം, ഈ ഒരു ആനിമി ഇങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നത്, ആ ഒരു രീതിക്ക് തന്നെ ഇവർ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. പക്ഷേ അതിനെ വളരെ യൂണീക്ക് ആയിട്ടുള്ള രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കും. ഇതിൻ്റെ ക്ലൈമാക്സ് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പക്ഷേ ചില ആൾക്കാർക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസും ഉണ്ട്. എന്നെ സംബന്ധിച്ച് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച രീതിക്കല്ല അവസാനിച്ചത്. പക്ഷേ എങ്കിൽ കൂടെ കിട്ടിയ എക്സ്പീരിയൻസ് വളരെ ഒരു രസമായിരുന്നു. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ജേർണിയും കാര്യങ്ങളൊക്കെ നമുക്കൊരു വല്ലാത്ത ഇൻഫ്ലുവൻസ് തരും. ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആനിമി ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതിലെ കോട്ട്സ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. നമ്മുടെ ലൈഫിൽ ഒറ്റപ്പെടലിനെയൊക്കെ പല രീതിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ഈ ഒരു ആനിമയിലെ ക്യാരക്ടേഴ്സിലൂടെ ഇവർ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ ലൈഫിലെ പെർസ്പെക്റ്റീവിനൊക്കെ ഈ ആനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു എപ്പിസോഡിൽ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും. നമ്മളൊരു 23 അല്ലെങ്കിൽ 22 മിനിറ്റൊക്കെ ആ ഒരു ക്യാരക്ടറിനെ കാണത്തുള്ളൂ. പക്ഷേ ആ ഒരു സിംഗിൾ എപ്പിസോഡിനിടയ്ക്ക് ക്യാരക്ടറൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു പ്രഭാവം ഭയങ്കര വലുതാണ്. ചില ജാപ്പനീസ് സോങ്സ് ഒക്കെ ഉണ്ട്, കൾച്ചറൽ സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ തന്നെ രസമാണ്. ഇങ്ങനെ ഒരു ജാതി എക്സ്പീരിയൻസ്, ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നൊരു ആനിമയാണ്. എന്നെ സംബന്ധിച്ച് ഒരു ഗംഭീര ഐറ്റമാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സാമുറായ് ചാമ്പിൽ ഒന്ന് ജസ്റ്റ് ഒരു 2 എപ്പിസോഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആർട്ട് സ്റ്റൈലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു സംഭവത്തിന് ഒരു സീസണിലായിട്ട് 26 എപ്പിസോഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ചില ആൾക്കാർക്ക് കണ്ടു തീർക്കുവാനും സാധിക്കും.